ഉപ്പുതറ തവാരണ പാലം ജംഗ്ഷൻ റോഡിന് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചു. ഇതോടെ ഉപ്പുതറ ചീന്തലാർ ഏലപ്പാറ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകും. ഉപ്പുതറ പഞ്ചായത്തിലെ 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചതായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിലെയും ഏലപ്പാറ പഞ്ചായത്തിലെ 7 വാർഡിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. 4 വൻകിട എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളും ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള 4 സ്കൂളുകളിലെ കുട്ടികളും അടക്കം നൂറുകണക്കിന് സാധാരണക്കാർ ഉപയോഗിക്കുന്ന റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. പീരുമേറ്റ് കമ്പനി ആയിരുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തി സൂക്ഷിച്ചിരുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ വാഹനം ഇതുവഴിയായിരുന്നു തിരിച്ചുവിട്ടിരുന്നത്. 2000-ൽ കമ്പനി പൂട്ടിയതോടെ റോഡ് അനാഥമായി. പിന്നീട് അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതിനാൽ റോഡ് പൂർണ്ണമായി തകർന്നു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നടത്തി. എന്നാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം ഇപ്പോൾ KSRTC എല്ലാം സർവീസ് ഉപേക്ഷിച്ചു. ടാക്സി വാഹനങ്ങൾക്ക് ഇരട്ടിയിലധികം കൂലി നൽകിയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നാട്ടുകാർ സഞ്ചരിക്കുന്നത്. നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് മുൻ MP ജോയ്സ് ജോർജിന്റെ ഫലമായി 2016-ൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 16.5 കോടി രൂപ ഉൾപ്പെടുത്തി ഏലപ്പാറ മുതൽ ഉപ്പുതറ വരെ BMC നിലവാരത്തിൽ റോഡ് പണിയാൻ അനുമതിയായി. എന്നാൽ എസ്റ്റിമേറ്റിലെ അഭാഗം മൂലം ഫണ്ട് തികയാതെ ലോണ്ടറി ഫാക്ടറിക്ക് സമീപം റോഡ് നിർമ്മാണം നിലച്ചു. ഇതിനുശേഷമുള്ള ഭാഗം നിർമ്മിക്കാൻ വാഴൂർ സോമൻ MLA 50 ലക്ഷം രൂപയും ഉപ്പുതറ പഞ്ചായത്ത് 30 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയും ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായി റോഡ് നിർമ്മിക്കാൻ ഈ ഫണ്ടുകൾ പര്യാപ്തമായില്ല. ബാക്കി ഭാഗം തകർന്ന നിലയിൽ കിടന്നു. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും അതിനുശേഷം MLAയുടെ ഫണ്ട് ഉൾപ്പെടുത്തിയുമൊക്കെ റോഡിന്റെ പ്രവൃത്തികൾ നടന്നു വന്നെങ്കിലും അത് പൂർണ്ണമാകുവാൻ വേണ്ടി പല കാരണങ്ങളാലും സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നപ്പോൾ തന്നെ ഏറ്റവും അധികം ആളുകൾ ഈ പഞ്ചായത്തിനകത്തെ 7 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ 2026-27 വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപ്പുതറയിൽ നിന്നും ആരംഭിച്ച് ചീന്തലാർ ഏലപ്പാറ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ആ റോഡിൻ്റെ പാലം ജംഗ്ഷൻ മുതൽ തകർന്നു കിടക്കുന്ന ഭാഗത്തേക്ക് 20 ലക്ഷം രൂപ വകയിരുത്തി ആ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഭരണാനുമതി നേടിയിട്ടുണ്ട്. ഇനി തവാരണ ഭാഗത്തെ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി. ഇരുചക്ര വാഹനങ്ങൾ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായി. ഇതിനിടെ 30 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് നന്നാക്കിയ പാലം ജംഗ്ഷൻ മുതൽ തവാരണയ്ക്ക് സമീപം വരെയുള്ള റോഡ് തകരുകയും ചെയ്തു. തുടർന്നാണ് റോഡ് പൂർത്തിയാക്കാൻ പുതിയ ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് 20 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതോടെ റോഡ് പൂർത്തീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് 7 പഞ്ചായത്തിലെ ജനങ്ങളും. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.